അത് ഇവിടെ ക്ലിയർ ആക്കാം. ഞാൻ നിന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട് ആശി. അല്ല, ഇവന്റെ ഇഷ്ടത്തിനാണ് ഇവന്റെ കൂടെ നിൽക്കുന്നത്. ഇവർക്ക് ഇവന്റെ ഉമ്മാനെ ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമാണ്. പിന്നെ കുറെ ആൾക്കാർ ബേഡ്ക്കാം എന്തെങ്കിലും ഉമ്മാനെ കുറിച്ച് ഞാൻ നാട്ടിൽ പോയപ്പോ എന്റെ ഉമ്മ എനിക്ക് തന്നെ കുറെ സാധനങ്ങൾ വീടിട്ടുണ്ടായിരുന്നു. അതായത് അധികം വന്ന കമന്റ് ആഷിക്കും ഒരു ഉമ്മയുണ്ട്, ആഷിക്ക് ആലോചിച്ച് നോക്കുകയാണ് നമ്മളെ നാട് നേരിടുന്ന എന്തെല്ലാം ഒരു പ്രശ്നങ്ങളുണ്ടല്ലേ. അതിനിടയ്ക്ക് ആരാടാ ഇവരോട് പോയിട്ട് ഈ ആഷി ജാസി ഇതുപോലുള്ള അപ്പിക്കേസൊക്കെ ആരാടാ ഇതൊക്കെ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. എന്ത് കാര്യം നാട് നേരിടുന്ന എന്തെല്ലാം ഒരു പ്രശ്നങ്ങളുണ്ട്. ആ ഡൽഹിയിൽ അതാ വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിൽ സമരം നടത്തുന്നു, അവർക്കെതിരെ പോലീസ് അറ്റാക്ക് വരുന്നു, എന്തെല്ലാം ഒരു കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലേ. അതിനിടയ്ക്ക് ഇവരുടെ ഈ ഒരു നാറിയ കേസ് ആരാണ് ഈ ജാസി ആഷി ഇതൊക്കെ നമ്മൾ ജനങ്ങളൊന്നും ഇതൊന്നും ഉൾക്കൊള്ളുന്നില്ല. പക്ഷേ ഈ ക്യാമറയും പിടിച്ച് ഈ മീഡിയക്കാർ ചെന്ന് ഇവർ ഈ രാവിലെ ഒരു ജോലിയില്ല രണ്ടുപേർക്കും, പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നുമില്ല. ഈ മേക്കപ്പ് പൊട്ടിയിട്ട് ഇറങ്ങും, എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവർക്ക് ഉദ്ഘാടനത്തിന് വിളിക്കുന്ന ആളുകളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഈ രാവിലെ മേക്കപ്പും പൊട്ടിയിട്ട് ഇറങ്ങും, എന്നിട്ട് വന്നിട്ട് ആഷി അതായി ജാസി ഇതായി. ലോകം നേരിടുന്നത് GCC രാഷ്ട്രങ്ങളിൽ ഇസ്രയേൽ, അവിടെ അമേരിക്ക, ഇറാൻ, അവിടെ യുദ്ധം കുറേ നടക്കുന്നുണ്ട്. ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ ഇത് കുറേ, അവിടെ ഉക്രൈനും റഷ്യയും യുദ്ധം വേറെ നടക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ അങ്ങനെ വേറെ കുറേ പ്രശ്നങ്ങൾ. ഇതിനിടയ്ക്ക് ആരാടാ ഇവരുടെ ഉമ്മ തല്ലിയതും ഇവരുടെ നാറിയ ഇടപാടാണ് ഇതൊക്കെ. ആരാണ് ഇവരോട് ഇതൊക്കെ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല.